മലയാളിയെ ആർക്കും പെട്ടെന്ന് പറ്റില്ല. എറണാകുളത്ത് മൃദംഗനാഥം പരിപാടി. സത്യത്തിൽ ആ പരിപാടിയിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം നമുക്കൊക്കെ പ്രിയപ്പെട്ട ഉമാ തോമസ് എം.എൽ.എക്കുണ്ടായ അപകടമാണ്. നമ്മൾ മലയാളിയുടെ ഒരു പ്രാഞ്ചിയേട്ടൻ മനോഭാവമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ആട്, മാഞ്ചിയം എന്ത് കാര്യത്തിനും പുറകെ മലയാളി ഓടും. 12,000 നർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഗിന്നസ് ബുക്കിന് വേണ്ടി ദിവ്യാംഗയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപരിപാടി. ഇതിനുവേണ്ടി ഓരോരുത്തർ നൽകിയത് 3,500. 3,500 ചാനലിൽ പറയുമ്പോൾ പുറകിൽ നിന്നയാൾ പറയുന്നു അതേ 4,500. GCDയുടെ സ്റ്റേഡിയം മൊത്തം വാടകയ്ക്കെടുത്ത് മെട്രോ ട്രെയിനിലൊക്കെ പകുതി ടിക്കറ്റിന് യാത്ര ഇതിൽ വരാനുള്ള ആളുകൾക്ക് വേണ്ടി പ്രോത്സാഹനം ചെയ്യുന്നു. സംസ്ഥാന മന്ത്രി പങ്കെടുക്കുന്നു, MLA പങ്കെടുക്കുന്നു, അഡീഷണൽ DGP പങ്കെടുക്കുന്നു. ഈ പൈസ മുഴുവൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ബുക്ക് മൈ ഷോ വഴി ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്ത് സ്റ്റേഡിയത്തിൽ കയറ്റിയിട്ട് അടിസ്ഥാനപരമായി അതിന് ചെയ്യേണ്ട സുരക്ഷയെങ്കിലും ചെയ്യാൻ അതിൻ്റെ സംഘാടകർക്ക് കഴിയില്ല. കാരണം അവർക്ക് കഴിയില്ല. അവരെ സംബന്ധിച്ച് ഇതിനകത്തൊരു എക്സ്പീരിയൻസ് ഉള്ള സംഘാടക സമിതിയല്ല. ഈ മൃദംഗാഭിഷൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു മാഗസീൻ തുടങ്ങാൻ വേണ്ടി 6 വർഷം മുമ്പ് വയനാട്ടിൽ ഒറ്റമുറി റൂമിൽ രജിസ്റ്റർ ചെയ്തൊരു സംഘടന. അവർ റീലോഞ്ചാണെന്ന് പറയണേ. അപ്പോൾ ഇവിടെ നടി ദിവ്യ ഉണ്ണി പരിപാടിയായിരുന്നു. ദിവ്യ ഉണ്ണി ഇപ്പോൾ അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ ദിവ്യ ഉണ്ണി ഇതിനകത്ത് കുറ്റക്കാരിയാവും. ദിവ്യ ഉണ്ണി കുറ്റക്കാരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു സെലിബ്രിറ്റി അവളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന പരിപാടിക്ക് നിന്ന് കൊടുക്കുമ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു സെലിബ്രിറ്റിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ സമൂഹത്തോട്. അപ്പോൾ ഇതുപോലുള്ളൊരു ഉടായ്പ പരിപാടിക്ക് 12,000 പേര് ഒന്നിക്കുക. ഇവർക്കൊക്കെ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്കും ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ പാർട്ടിസിപ്പേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഇവരുടെയൊക്കെ ഒരു മുഖം ഏതെങ്കിലും ഒരു ഡ്രോണിൽ കാണാൻ പറ്റുമോ? ആകാശത്തോടെ പറന്നു പോകുന്ന ഡ്രോണിൻ്റെ കാര്യം എത്ര ക്യാമറ കാണാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്ക് നിന്ന് കൊടുത്ത നടിയും ഈ നടിക്കൊക്കെ പ്രത്യേക സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടും അവരൊക്കെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടുമാണെന്നറിയില്ല. അല്ലെങ്കിൽ ഒരു സാധാരണ ഏതെങ്കിലും കൊച്ചമണി കലാമണ്ഡലമൊക്കെ ആയിരുന്നെങ്കിൽ അവരെ പോലീസുകാർ വിളിച്ച് ചോദ്യം ചെയ്തതിന് അവരുടെ അമേരിക്കയ്ക്ക് പോകാൻ പറ്റില്ല. ഇവർക്കൊക്കെ പരിഗണനകൾ കൊടുക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ സ്റ്റേജ് തന്നെ നമ്മൾ നോക്കുക, 20 അടി ഉയരത്തിൽ. അവിടെ ഒരു മാനേജിൻ്റെ റിബൺ വച്ച് ആ റിബണിൽ പിടിക്കുമ്പോൾ MLA താഴേക്ക് പോകുന്നത്. ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നതും തൃശ്ശൂരുള്ള ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ്. അവർ കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടി അതിൻ്റെ മുകളിലാണ് DGPയും അഡീഷണൽ DGPയും മന്ത്രിയും ഈ MLA ഒക്കെ ഇരുന്ന് ഇതങ്ങ് ഇടിഞ്ഞ് താഴേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ സംഘാടകരെ മാത്രമല്ല, ഒന്ന് ഇത് വാടകയ്ക്ക് കൊടുത്ത GCDയെ, 2 കൊച്ചി കോർപ്പറേഷൻ, പിന്നെ ഇത്രയും 12,000 പേര് വരുന്നിടത്തുനിന്ന് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ പോലീസ് വേണം, അതിൻ്റെ സുരക്ഷയ്ക്ക് ഫയർഫോഴ്സ് വേണം, മെഡിക്കൽ സംവിധാനങ്ങൾ വേണം. ഇതൊക്കെ എത്രമാത്രം ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം പറയുമ്പോൾ ഈ പ്രോഗ്രാം ഒരു തട്ടിവെളുപ്പ് പ്രോഗ്രാമായി ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കലാമണ്ഡലം ധനുഷ സന്യാൽ എന്ന നർത്തകിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ശ്രീനാരായണ ഗുരുദേവൻ്റെ കുണ്ടലിനി പാട്ടിനേക്ക് അടിസ്ഥാനമാക്കി ആക്കി ഒരു മെഗാ ഇവൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണാൻ ക്ലാസിക് പ്രോഗ്രാമാണത്. ഈ പ്രോഗ്രാമും ആ പ്രോഗ്രാമും ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോയി തലവച്ച ആളുകളോട് നമുക്ക് സഹാനുഭൂതിയാണ്. ഈ മൃദംഗാഭിഷൻ്റെ നിഘോഷ് അയാൾ പറയുന്നത് മുൻകൂർ ജാമ്യം കിട്ടി. അതിനെ ഹൈക്കോടതി പോലും ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ ഈ വന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ഇല്ല, എത്തിയില്ല, 2 മാസം കഴിയുമ്പോൾ കിട്ടും. അദ്ദേഹം പറയുന്നതാണ് ചാനലിൽ നിന്ന്, ഞങ്ങളുടെ ഈ മൃദംഗാഭിഷൻ്റെ ഓൺലൈൻ സൈറ്റിൽ കയറി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് എടുക്കാം. ഇവരുടെ ഈ മൃദംഗാഭിഷൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഈ പാവങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം. എന്ത് കലാപരിപാടിയായാലും നമ്മൾ മലയാളികളെ കൂട്ടത്തോടെ പറ്റിക്കുമ്പോൾ വളരെ മോശമാണ്. അത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു MLAക്ക് ആശുപത്രിയിലും ICയിലും ഒക്കെ ആവേണ്ട, വെന്റിലേറ്ററിൽ വരെ ആവേണ്ട ദുരുപയോഗം ഉണ്ടായി. ഇതുപോലുള്ള അനുഭവം നമ്മൾ പാഠമാണ്. പിന്നെ ദിവ്യ ഉണ്ണിമാരെ പോലുള്ള സെലിബ്രിറ്റികൾ, നിങ്ങൾ 10 കാശ് കിട്ടിയെന്ന് കരുതി ആർക്കും വേണ്ടി നിങ്ങളുടെ ഫേസും നിങ്ങളുടെ സ്റ്റാറ്റസും വിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെയാണ് പറ്റിക്കുന്നതെന്ന തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവില്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളെയൊക്കെ നാളെ ആളുകൾ കൂവി വിളിച്ച് ഓടിക്കും. നമസ്കാരം.